നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുഞ്ഞമ്മത്തി ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ കുഞ്ഞമ്മത്തി നന്നാക്കി മുറിച്ച് കുറേ പ്രാവശ്യം ഉപ്പിട്ട് കഴുകി വെച്ചു. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിനിട്ട് കുഴച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചു. അത് നല്ല ചൂടായി. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ആ ചീനച്ചട്ടിയിൽ കൊള്ളണോടത്തോളം നമ്മൾ മത്തി പരത്തി വെച്ചു. എന്നിട്ട് ഇതാ വേവുന്നു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് കുഞ്ഞമ്മത്തി ഫ്രൈ ആക്കിയെടുക്കാം. നമുക്ക് ഇനി അടുത്തത് കുഞ്ഞമ്മത്തി മറിച്ചിടുന്നതും മറിച്ചിട്ട് ഫ്രൈ ആവുന്നതും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി മറിച്ചിടാം. തട്ടക എടുത്ത് മറിച്ചിടാം. അപ്പോൾ നമ്മളെല്ലാം മത്തിയും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് മറുവശം വേവിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മത്തി ഫ്രൈ ആണ് ഈ കാണുന്നത്. 2 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് വേവാനുള്ള. പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഈ ചീനച്ചട്ടി ഇങ്ങോട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേസ്റ്റൊന്നും ആവില്ല. അതിൽ വെളിച്ചെണ്ണയൊന്നും വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ കറക്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വേവിച്ച് എടുക്കാവുന്നതാണ് കുഞ്ഞമ്മത്തി. വളരെ രുചികരമാണ്. നമുക്കൊരു ഭക്ഷണത്തിൽ നോക്കാം. സൂപ്പറാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മത്തി ഫ്രൈ ആണിത്. ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ നല്ല രുചിയാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.